ട്രെയിൻ വരുന്നത് കണ്ട റെയിൽവേ ട്രാക്കിൽ നിന്നും പുഴയിലേക്ക് ചാടിയ കവർച്ചാ സംഘത്തിലെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരാൾ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. കോഴിക്കോട് നാദാപുരം സ്വദേശി രാജേഷിന് വ്യാജസ്വർണം നൽകി 4 ലക്ഷം രൂപ തട്ടിയെടുത്ത ഇതര സംസ്ഥാനക്കാരാണ് പിടിയിലായത്. തിങ്കളാഴ്ച പുലർച്ചെ 1:30 ചാലക്കുടി പുഴമ്പാലത്തിന്റെ വടക്കേ അറ്റത്തു നിന്ന് യുവാക്കൾ പുഴയിൽ ചാടിയത്. പുഴയോരത്തെ ചതുപ്പിൽ വീണ ഇവരിൽ ഒരാൾക്ക് കാലിന് ഒടിവുണ്ടായി. പരിക്കേറ്റ യുവാവിനെ ചുമന്ന് ട്രാക്കിലൂടെ തന്നെ പുഴ കടന്ന ഇവർ മുരിങ്ങൂരിൽ നിന്നും ഓട്ടോയിൽ അങ്കമാലിയിലേക്ക് പോയി. അവിടെ നിന്ന് പെരുമ്പാവൂരിലെത്തുകയും പരിക്കേറ്റ യുവാവിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. മുരിങ്ങൂർ, കൊരട്ടി എന്നിവിടങ്ങളിലെ ഓട്ടോ ഡ്രൈവർമാരുടെ മൊഴിപ്രകാരം നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചാണ് ചാലക്കുടി പോലീസ് പെരുമ്പാവൂരിൽ എത്തിയത്. അന്വേഷണ സംഘത്തെ കണ്ട സംഘത്തിലെ 3 പേർ ആശുപത്രിയിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറി. പിന്നീട് ഇവരെ തന്ത്രപരമായാണ് പോലീസ് കുടുക്കിയത്. ആശുപത്രിയിൽ കഴിയുന്ന യുവാവും പോലീസ് കസ്റ്റഡിയിലാണ്. ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന എക്സ്പ്രസ് ട്രെയിനിലെ ലോക്കോ പൈലറ്റാണ് 4 പേർ പുഴയിലേക്ക് ചാടിയ വിവരം ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത്. ഇതേ തുടർന്ന് ചാലക്കുടി ഫയർഫോഴ്സിലെ സ്കൂബ സംഘം ഡിങ്കി ബോട്ട് ഉപയോഗിച്ച് പുഴയിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിയിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കവർച്ചാ സംഘം ആശുപത്രിയിലെത്തിയ വിവരം പോലീസിന് ലഭിച്ചത്. നാദാപുരം സ്വദേശി രാജേഷിന് കിട്ടിയ നിധിയിലെ സ്വർണം വില കുറച്ച് നൽകാമെന്ന് പറഞ്ഞാണ് ഇതര സംസ്ഥാനക്കാരനായ സംഘത്തിലെ ഒരാൾ ചാലക്കുടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇയാളുടെ 3 സുഹൃത്തുക്കളും എത്തിച്ചേർന്നു. ഇവർ സ്വർണം നൽകുകയും 4 ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തു. ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി രാജേഷും സുഹൃത്തും സ്വർണം പരിശോധിച്ചപ്പോൾ വ്യാജമാണെന്ന് വ്യക്തമായി. ഈ പൈസ കൊടുത്താൽ മാത്രമേ സ്വർണം തരൂ എന്ന് പറഞ്ഞു. എന്നാൽ രാജേഷും ദിനേഷും കൂടെ ഈ പൈസ 4 ലക്ഷം രൂപ വരെ ഏൽപ്പിക്കുകയും പൈസ വാങ്ങിയ ശേഷം സ്വർണത്തിൻ്റെ ഒരു കട്ടി അത് ഈ രാജേഷിനെ ഏൽപ്പിക്കും. അപ്പോൾ രാജേഷ് ഈ പലത് കട്ട് ചെയ്ത് നോക്കുന്ന സമയം ഒരു പീസ് മുറിച്ചപ്പോൾ തന്നെ അതിന് സംശയം തോന്നി ഇത് വ്യാജ സ്വർണ്ണമാണ്. ആ സമയത്ത് തന്നെ ഇവർ പറഞ്ഞ് ഞങ്ങളതിൻ്റെ ബാക്കി പീസുകൾ കട്ട് ചെയ്ത് കാണിച്ച എന്ന് പറഞ്ഞാൽ മറ്റവരുടെ ശ്രദ്ധ മാറിയ ടൈമിൽ ഈ 4 പേരും കൂടെ അവിടെ നിന്നും ലഭിച്ച പൈസയും ഈ കട്ട് ചെയ്ത സാധനമായിട്ട് നേരെ റെയിൽവേ ട്രാക്ക് വഴി കിഴക്കോട്ട് ഓടുകയാണ്. ഇതിനിടെയാണ് 1 കിലോമീറ്റർ അകലെയുള്ള പുഴമ്പാലത്തിൽ വെച്ച് 4 സംഘം അപകടത്തിൽപ്പെട്ടത്. TCV ന്യൂസ്, ചാലക്കുടി.